റിയാദ്, അൽ നസീം, ഖുറൈസ്, എക്സിറ്റ് 9, 10, 11, 12 ഈ സ്ഥലങ്ങളിൽ നിന്നും വയലറ്റ് ലൈൻ മെട്രോ വരുന്ന ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്കും പോവുക എന്നതിൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അറിയുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇനി ടാക്സി പിടിച്ച് 80 റിയാലോ 90 റിയാലോ കൊടുത്ത് നിങ്ങൾ എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല. വെറും 4 റിയാലിന് നിങ്ങൾക്ക് എയർപോർട്ടിലെത്താം. പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരിക്കലും പരിമിതമായ സമയമില്ലാതെ മെട്രോ വഴി എയർപോർട്ടിലേക്ക് പോകാൻ ശ്രമിക്കരുത്. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കാർട്ടൂൺ പെട്ടികൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ഏറ്റുകൊണ്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ എയർപോർട്ട് വരെ, അല്ലെങ്കിൽ തോളത്തോ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. അവിടെ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രോളി ഇല്ല. അൽ നസീമിൽ നിന്നും കിങ് ഫിനാൻഷ്യൽ സിറ്റിയിലേക്ക് പോകുന്ന, അതായത് KFD ഡെസ്റ്റിനേഷൻ വരുന്ന വയലറ്റ് കളർ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. المحطة التالية هي طريق خريص. ستفتح أبواب الجانب الأيمن. Next station, Khurayz Road, and doors will open on the right. انتبه للفجوة بين الرصيف والقطار. Mind the gap between the train. നാട്ടിലേക്ക് പോകുന്നവർ ട്രോളി ബാഗ് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. KAFD, King Abdullah Financial District. അതുപോലെ മെട്രോ വഴി പോകുന്നവരാണെങ്കിൽ 4-5 മണിക്കൂർ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. സാബിക് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് മെട്രോ കുറച്ച് ഒരു സെക്കൻഡുകൾ ടൈം അവിടെ നിർത്തിയിടും. റെഡ് ലൈൻ ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടേ അവിടുന്ന് പോകുകയുള്ളൂ. അപ്പോൾ ആ ടൈമെല്ലാം നമ്മൾ കണക്കൂട്ടി വേണം നേരത്തെ ഇറങ്ങേണ്ടത്. വയലറ്റ് ലൈൻ മെട്രോ കയറുന്നവർ എയർപോർട്ടിൽ പോകുമ്പോൾ സാബിക് സ്റ്റേഷനിൽ ഇറങ്ങി യെല്ലോ ലൈൻ മെട്രോ കയറി വേണം ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും വരുന്ന ഭാഗത്തേക്ക് പോകാൻ. സാബിക് സ്റ്റേഷനിൽ നിന്നും 25 to 30 മിനിറ്റ് എടുക്കും എയർപോർട്ടിൽ മെട്രോ എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ലഗേജുകളെല്ലാം വയ്ക്കാൻ വേണ്ടി മെട്രോയിൽ ഇങ്ങനൊരു സൗകര്യമുണ്ട്. അപ്പോൾ ലഗേജുകളൊക്കെ, ട്രോളി ബാഗുകളൊക്കെ ഇവിടെ വയ്ക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. Destination Terminal 1 and 2. Foreign carriers for international flight. المحطة التالية هي الصالة 5. الخطوط flights. ടെർമിനൽ 1, 2, 3 ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് വരുന്ന ഭാഗത്ത് മെട്രോ ഇറങ്ങുന്നത് നമ്മൾ കാർ പാർക്കിംഗ്, അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ്, ബേസ്മെൻറ്റ് പാർക്കിംഗ് വരുന്ന ഭാഗത്താണ്. അവിടെ നിന്നും മെട്രോ പുറത്തിറങ്ങി കാർഡ് അടിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന് ലിഫ്റ്റ് വഴി കുറച്ച് ദൂരം നടന്ന് ബേസ്മെൻറ്റ് പാർക്കിൽ നിന്നും അറൈവൽ വരുന്ന ഭാഗത്തേക്ക് ലിഫ്റ്റ് കയറി വേണം പോകാൻ. അറൈവലിൽ നിന്നും വീണ്ടും ഡിപ്പാച്ചറിലേക്ക് നമ്മൾ ലിഫ്റ്റ് കയറി വേണം ടെർമിനലിലേക്ക് കയറി പോകാൻ വേണ്ടി. അറിയാതെ അവിടെ നിന്ന് തിരിഞ്ഞു കളിച്ച് സമയം കളയരുത്, ഫ്ലൈറ്റ് മിസ്സാക്കരുത്. അറിയില്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റികളുണ്ട്, അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ സൈൻ ബോർഡുകളുണ്ട്, അത് നോക്കി മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക.
വളരെ സിമ്പിളാണ് മെട്രോ കയറി എയർപോർട്ടിലേക്ക് പോകാൻ. മെട്രോ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 12 മണിക്കാണ് സ്റ്റോപ്പാവുന്നത്. 12 മണിക്ക് ഇവർ മെട്രോ സ്റ്റോപ്പാക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴായാലും ശരി, നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് 12 മണിയുടെ മുൻപാണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് മെട്രോ യൂസ് ചെയ്യാം നിങ്ങൾ പോകുന്ന ഭാഗത്തേക്ക്. ആ മെട്രോ എവിടെയാണോ ചെല്ലുന്നത്, സാബിക്ക് വരണ്ടാവും, സാബിക്ക് നിന്ന് വേറെ സ്ഥലത്തേക്കാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോവുക. റെഡ് ലൈനും യെല്ലോ ലൈനും ഗ്രീൻ ലൈനൊക്കെ പോകുന്നത്, വയലറ്റൊക്കെ പോകുന്നത്. അപ്പോൾ സാബിക്കിൽ വന്നിട്ട് വേണം വീണ്ടും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചേഞ്ചായി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ നിന്നും 12 മണിക്ക് മുൻപ് മെട്രോ കയറുക. ആ മെട്രോ നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അതുവരെ ഉണ്ടായിരിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിഡ് നൈറ്റ്, അതായത് 12 മണിയാകുമ്പോൾ ഇവർ മെട്രോ ഓഫാക്കും. മെട്രോ 12 മണിയുടെ മുമ്പ് നമ്മൾ കയറിയ മെട്രോ നമ്മളെ ഡെസ്റ്റിനേഷൻ ഏത് സ്റ്റേഷനാണോ ആ സ്റ്റേഷൻ എത്തിയതിന് ശേഷം അവർ ഓഫ് ചെയ്യുള്ളൂ. അതുവരെ നമുക്കതിൽ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ 3 മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മെട്രോ വഴിയാണ് പോകുന്നതെങ്കിൽ ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ ആക്കുക. അപ്പോൾ നമുക്ക് ഇനി അഥവാ വഴി തെറ്റിയാലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ തന്നെ നമുക്ക് കറക്റ്റ് ചോദിച്ച് ആരോടെങ്കിലും ചോദിച്ച് പോകാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലൈറ്റ് ആരും മിസ്സാക്കാതിരിക്കുക. ടെർമിനൽ 1 നിന്നും റിയാദ് എയർപോർട്ടിൻ അതോറിറ്റി സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ള കാരണം കൊണ്ട് അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. റിയാദ് മെട്രോ എല്ലാവരും യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വിവരങ്ങൾ എത്തിക്കുക. പുതിയ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ. ഇതാണ് ടെർമിനൽ 1 and 2 വരുന്ന മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് എക്സിറ്റ് പോയി കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. കുറച്ച് ഇവിടുന്ന് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാർഡ് അടിച്ചിട്ട് വേണം ഇനി പുറത്തോട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് എക്സിറ്റ് പോകുന്ന വഴി. ഇവിടെ സൈൻ ബോർഡ് ഉണ്ട്.